അങ്ങനത്തെ ഒരു ഗൗരവം എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ക്ഷേത്ര ഉത്സവത്തിനോടനുബന്ധിച്ച് ഉണ്ടായ ചില പ്രശ്നങ്ങളോ അങ്ങനെയല്ല പറയാൻ കാര്യമായിട്ടില്ലാത്ത വിഷയങ്ങളാണ് ഉള്ളത്. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പ്ലാൻ ചെയ്ത്, അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ കൊട്ടേഷൻ സംഘം ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എല്ലാ ഇൻഫർമേഷനും എടുത്ത് പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തിയിരിക്കും. ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ പാർട്ടി ഈ വിഷയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ വളരെ സോളിഡായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. UDF ഒറ്റക്കെട്ടായിട്ട് ഇന്നതാണ് UDF ഒക്കെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പാർട്ടി നേതാക്കളൊക്കെ അങ്ങോട്ട് പോയത്. അക്രമത്തിനെതിരെ കേരളത്തിൻ്റെ മനസാക്ഷി ഉണരണം. ഷുക്കൂറിൻ്റെ ഒന്നും കൊലപാതകത്തിൻ്റെ ഓർമ്മ മങ്ങിയിട്ടില്ല. ഇപ്പോൾ എന്നും ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ആ വിചാരണയും അതുപോലെ തന്നെ ആ കൊലപാതകവും ഉണ്ട്. അതിന് ചൂടാറും മുമ്പ് അതേപോലെയുള്ള 2 യുവാക്കളാണ് ഇപ്പോൾ ഇവിടെ വധിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനൊക്കെയുള്ള മറുപടി ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടും, യാതൊരു സംശയവും വേണ്ട. വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അത് തെളിയിക്കും. ഇതിനെതിരായിട്ടാണ് ഇപ്പോൾ അടുത്ത വന്ന സർവേകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഇങ്ങനെ പോയാൽ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന CPM നേതൃത്വത്തിലുള്ള ഇടത് മുന്നണി തൂത്തെറിയപ്പെടും. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ സംഭവത്തെ അങ്ങേയറ്റം ഞങ്ങൾ അപലപിക്കുന്നു. ആമുഖമായിട്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കാലികമായ വിഷയങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അല്ല, ഹർത്താലിനെ സംബന്ധിച്ച് കോടതി ഇടപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ലീഗൽ പ്രോസസ്സാണ്, നമുക്ക് നോക്കാം. ഹർത്താൽ ഒരു വിഷയം തന്നെയാണ്, ഞാനത് മറച്ചു വെക്കുന്നില്ല. കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ ശല്യം തന്നെയാണ് ഹർത്താൽ സാമാന്യ ജനങ്ങൾക്ക്. പക്ഷേ അതിന് ആധാരമായിരിക്കുന്ന ഈ വിഷയം ഒട്ടും കുറവല്ലാത്ത വിഷയമാണ്. ഇതും ജനങ്ങളുടെ പൊറുതി മുട്ടിക്കുന്ന വിഷയം തന്നെയാണ്. കൊലക്കത്തി എപ്പോഴും ഇങ്ങനെ ആളുകൾ യാതൊരു രക്ഷയും കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതും ഒരു വിഷയം തന്നെയാണ്. അല്ല, നിരുത്തരവാദപരമായി പറയാൻ ഞാൻ ശ്രമിക്കാറില്ല. പക്ഷേ കൊലപാതക ആസൂത്രിതമാണ്. അല്പനിമിഷം മുമ്പ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിലേക്ക്